നമസ്കാരം. അമേരിക്കൻ അറ്റോർണി ജനറൽ പാം ബോണ്ടിയെ തൽസ്ഥാനത്തുനിന്ന് നീക്കി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അന്തരിച്ച ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീന്റെ കേസുമായി ബന്ധപ്പെട്ട നിർണായക ഫയലുകൾ കൈകാര്യം ചെയ്തതിലെ അതൃപ്തിയും രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിലെ കാലതാമസവുമാണ് അപ്രതീക്ഷിത പുറത്താക്കലിന് കാരണമായത്. ഡെപ്യൂട്ടി അറ്റോർണി ജനറൽ ടോഡ് ബ്ലാഞ്ചയ്ക്കാണ് നിലവിൽ വകുപ്പിന്റെ താൽക്കാലിക ചുമതല നൽകിയിരിക്കുന്നത്. അമേരിക്കൻ നീതിന്യായ വകുപ്പിന്റെ തലപ്പത്ത് മാസങ്ങൾ മാത്രം നീണ്ടുനിന്ന സേവനത്തിനൊടുവിലാണ് പാം ബോണ്ടിക്ക് പടിയിറങ്ങേണ്ടി വന്നത്. എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തുവിടുന്നതിൽ ബോണ്ടി മനഃപൂർവ്വം വീഴ്ച വരുത്തിയെന്ന ആക്ഷേപം ട്രംപിന്റെ വിശ്വസ്തർക്കിടയിൽ ശക്തമായിരുന്നു. ഇതിനു പുറമെ ട്രംപ് ക്രിമിനൽ കേസുകൾ നേരിടണമെന്ന് ആഗ്രഹിച്ച അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശത്രുക്കൾക്കെതിരെ നടപടിയെടുക്കാൻ ബോണ്ടി മടി കാണിച്ചതും പ്രസിഡന്റിനെ ചൊടിപ്പിച്ചു. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഈ വിവരം പുറത്തുവിട്ടത്. പാം ബോണ്ടി ഒരു ദേശഭക്തയും വിശ്വസ്തയായ സുഹൃത്തുമാണ് എന്ന് വിശേഷിപ്പിച്ച ട്രംപ് അവർ സ്വകാര്യ മേഖലയിൽ വലിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പോവുകയാണെന്നും കുറിച്ചു. എന്നാൽ പ്രവർത്തനങ്ങളിൽ തൃപ്തനല്ലെന്ന് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ട്രംപ് ബോണ്ടിയെ നേരിട്ട് അറിയിച്ചിരുന്നതായി വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. രണ്ടാം ട്രംപ് ഭരണകൂടത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന രണ്ടാമത്തെ ഉന്നത ഉദ്യോഗസ്ഥയാണ് പാം ബോണ്ടി. നേരത്തെ ആഭ്യന്തര സുരക്ഷാ സെക്രട്ടറി ക്രിസ്റ്റി നോമിനെയും സമാനമായ രീതിയിൽ ട്രംപ് നീക്കിയിരുന്നു. ഭരണകൂടത്തിന്റെ നയങ്ങളുമായി ഒത്തുപോകാത്ത ഉദ്യോഗസ്ഥരെ നിർദാക്ഷിണ്യം മാറ്റുന്ന ട്രംപിന്റെ രീതി ബോണ്ടിയുടെ കാര്യത്തിലും ആവർത്തിക്കപ്പെടുകയായിരുന്നു. എപ്സ്റ്റീൻ കേസിലെ വിവരങ്ങൾ മറച്ചുവെക്കുന്നുവെന്ന ആരോപണം ഉയർന്നതോടെയാണ് പാം ബോണ്ടി ട്രംപുമായി അകന്നുപോയത്. കൂടാതെ ഡെമോക്രാറ്റിക് കോൺഗ്രസ് അംഗം എറിക് സ്വാലെലിന് FBI നീക്കങ്ങളെക്കുറിച്ച് രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകിയെന്ന ഗുരുതരമായ ആരോപണവും ഇവർക്കെതിരെ ഉയർന്നിട്ടുണ്ട്. ഇത് ട്രംപ് ക്യാമ്പിനെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചു. ട്രംപിന്റെ കടുത്ത എതിരാളികളെ വേട്ടയാടുന്നതിൽ ബോണ്ടി പരാജയപ്പെട്ടുവെന്ന വിലയിരുത്തലിലാണ് പെന്റഗണും വൈറ്റ് ഹൌസും. ക്രിമിനൽ നടപടികൾക്ക് വേഗം പോരുന്ന ട്രംപിന്റെ വിമർശനത്തിന് കൃത്യമായ മറുപടി നൽകാൻ ബോണ്ടിക്ക് സാധിച്ചിരുന്നില്ല. തന്റെ ശത്രുക്കൾക്കെതിരെ നിയമപരമായ യുദ്ധം പ്രഖ്യാപിച്ച ട്രംപിന് ബോണ്ടിയുടെ മെല്ലെപ്പോക്ക് അംഗീകരിക്കാൻ സാധിച്ചില്ല. പാം ബോണ്ടിക്ക് പകരം EPA അഡ്മിനിസ്ട്രേറ്റർ ലീ സെൽഡിനെ പുതിയ അറ്റോർണി ജനറലായി ട്രംപ് പരിഗണിക്കുന്നു എന്നാണ് സൂചന. നിലവിൽ താൽക്കാലിക ചുമതല ലഭിച്ച ടോഡ് ബ്ലാഞ്ചെ നേരത്തെ ട്രംപിന്റെ സ്വകാര്യ അഭിഭാഷകനായിരുന്നു. ട്രംപിന്റെ നിയമ പോരാട്ടങ്ങളിൽ വലിയ പങ്ക് വഹിച്ച ബ്ലാഞ്ചയ്ക്ക് വകുപ്പിൽ കൂടുതൽ സ്വാധീനമുണ്ടാകുമെന്നാണ് കരുതുന്നത്. ഇറാന്റെ പശ്ചാത്തലത്തിൽ ട്രംപ് നടത്തിയ സുപ്രധാന പ്രസംഗത്തിന് തൊട്ടു മുൻപാണ് ഈ നാടകീയമായ പുറത്താക്കൽ നടന്നത് എന്നത് ശ്രദ്ധേയമാണ്. അവസാന നിമിഷം വരെ സ്ഥാനത്ത് തുടരാൻ ബോണ്ടി ശ്രമങ്ങൾ നടത്തിയെങ്കിലും ട്രംപ് വഴങ്ങിയില്ല. നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുൾസി ഗബാർഡിന്റെ സ്ഥാനവും നിലവിൽ ഭീഷണിയാണെന്ന് റിപ്പോർട്ടുണ്ട്.